ഹലോ അസ്സലാമു അലൈക്കും. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ് ടു ഷോ യു ഹൗ ടു ഡു പ്രീ വർക്കൗട്ട് അല്ലെങ്കിൽ വാം അപ്പ് ബിഫോർ വർക്കൗട്ട്സ്. സോ ആദ്യം നെക്ക് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും അതേപോലെ മുന്നക്കും ബാക്കും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഹാൻഡ്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഹാൻഡ്സ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ആംസിന് വേണ്ടിയിട്ടാണ് വാം അപ്പ് ചെയ്യുന്നത്. ഇതുപോലെ രണ്ട് സൈഡിലോട്ടും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ബാക്കിലോട്ടും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ വർക്കൗട്ടാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറ്. എല്ലാതും ഒരു 20 സെക്കൻഡ്സ് ടൈം ആട്ടോ ചെയ്യുക. നമ്മളിതൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാമപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് വർക്കൗട്ട്സ് ചെയ്യാനുള്ളൊരു എഫിഷ്യൻസി ഒന്നും കൂടി കൂടുക. അതുപോലെ തന്നെ ഇഞ്ചുറി ഉണ്ടാവാനുള്ള റിസ്ക്കും കുറയും. ഞാൻ മുന്നേ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. This is mainly for back muscles and chest muscles. പിന്നെ ഇത് നമുക്ക് വേസ്റ്റിനെ ഒന്ന് സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതും വേസ്റ്റിന് വേണ്ടിയിട്ടുള്ള വാമപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ്സ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം നല്ലോണം. ഇത് ജനറലായിട്ട് എല്ലാ ദിവസവും ചെയ്യുന്ന വാമപ്സ് ആണ് ഇതൊക്കെ. ഇനി അതല്ലാതെ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു മസിലിന് വേണ്ടി വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ മസിലിന് വേണ്ടി മാത്രം ഒരു 2-3 വാമപ്പ് വേറെയും ചെയ്യാറുണ്ട്. സോ ഈ ഒരു വാമപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ബോഡി ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ആവും. ആൻഡ് ദെൻ ഒരു 10 ടൈംസ് സ്ക്വാട്സ്. അതുപോലെ തന്നെ ഒരു 10 ടൈംസ് ലഞ്ചസും. സോ ഗേൾസ് മെയിൻലി സ്ക്വാട്സും ലഞ്ചസും എന്നും വർക്കൗട്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിപൊളി റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മൾ വർക്കൗട്ട് എല്ലാം ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. ആ സ്ട്രെച്ചിങ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്ട്രെച്ചും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡെയിലി പ്ലാങ്ക് ചെയ്യാറുണ്ട്. പ്ലാങ്കും കൂടി ചെയ്തിട്ട് നമ്മൾ പോയി. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.